സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് പോലും ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കേണ്ടി വന്ന വിദ്യാർത്ഥി സംഘടനയായ SFI സദാചാരത്തിന്റെ സകല സീമകളും ലംഘിച്ച് മതേതര പുണ്യവാളന്മാർ ചമഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എന്ന വ്യത്യാസമില്ലാതെ നടത്തുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ആ ഭീകരതയുടെ ഒടുവിലത്തെ ഇരയായി വയനാട് വെറ്റിനറി കോളേജിൽ മരിച്ചു വീണ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനം ഒട്ടുക്കും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് KSU നടത്തിയ മാർച്ചിലുണ്ടായത് കനത്ത സംഘർഷമാണ്. KSUവിനൊപ്പം MSF പ്രവർത്തകരും നടത്തിയ മാർച്ചിലേക്ക് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചു. കെട്ടിത്തൂക്കി കൊന്നില്ലേ എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ച സമരക്കാരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് അതേ ആക്രമണോത്സുകതയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നേര്യമംഗലത്ത് കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മരണത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും നേരിട്ടത്. നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് കാട്ടാനക്കലിക്ക് ഇരയായി മരണപ്പെട്ടത്. കൂവ വിളവെടുക്കുന്നതിനിടെയാണ് ഇന്ദിരയെ കാട്ടാന ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് അസാധാരണമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് നേര്യമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബലമായി എടുത്തുകൊണ്ടുപോയി കോതമംഗലം നഗരത്തിൽ വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. കാട്ടാന ആക്രമണത്തെ തുടർന്ന് നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടും ചത്ത പോലെ കിടക്കുന്ന പിടിപ്പുകെട്ട സർക്കാരിനെതിരെ വരാൻ പോകുന്ന വൻ പ്രതിഷേധങ്ങളുടെ സൂചന മാത്രമായിരുന്നു കോതമംഗലത്ത് നടന്നത്. പരേതയുടെ വീട്ടുകാരിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷമാണ് മൃതദേഹവുമായി പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എത്തി ഉറപ്പ് നൽകിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കാമെന്നും സമരക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ സമരപ്പന്തൽ തകർത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൃതദേഹം പിടിച്ചു പറിച്ച് പോലീസ് മൃതദേഹത്തോട് കടുത്ത അനാദരവ് കാട്ടി ഫ്രീസർ സഹിതം റോഡിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. സ്വന്തക്കാർക്ക് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടിയും മാത്രം ഭരിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കിയ സഖാക്കന്മാർ കാലിക വിഷയങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഇറക്കി ക്രൂരമായി ആക്രമിക്കുകയും സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.